ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് മൂവീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബംഗളൂരു എഫ് സിയുടെ ഇന്ത്യൻ സൂപ്പർ താരമായ രാഹുൽ ബേക്കയുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ നിരവധി റൂമറുകളാണ് താരവുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന താരം ബംഗളൂരു എഫ് സി വിടില്ല എന്നും താരം വിടുമെന്നും പറഞ്ഞ് വളരെയധികം റൂമറുകളാണ് വന്നത്. എന്നാൽ ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് താരത്തിൻ്റെ ഭാവിയെക്കുറിച്ച്. നിലവിൽ 2026 വരെ ബംഗളൂരു എഫ് സിയിൽ കരാറുള്ള താരത്തെ കഴിഞ്ഞ വർഷമാണ് ബംഗളൂരു സ്വന്തമാക്കിയത്. അപ്പോൾ നിലവിൽ താരം ടീം ഇടുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ താരത്തെ സ്വന്തമാക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സി ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ താരവുമായി ധാരണയിൽ ഈസ്റ്റ് ബംഗാൾ എത്തിയെന്നും നിലവിൽ താരനെ സ്വന്തമാക്കണമെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഫീ ബംഗളൂരു എഫ് സിക്ക് തീർച്ചയായും നൽകണമെന്നും നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഈ ചർച്ചയിൽ ബാക്കിയുള്ളത്. നിലവിൽ താരത്തിനെ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഏകദേശം സ്വന്തമായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. താരമാകട്ടെ ISL ഇത്രയും പരിചയസമ്പത്തുള്ള ഡിഫൻസീവ് താരം മറ്റൊന്നുമില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിലവിൽ ബംഗളൂരു എഫ് സിക്ക് നേരത്തെയും കളിച്ചിട്ടുണ്ട് താരം. അതുപോലെ മുംബൈ സിറ്റി എഫ് സി, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി, ഈസ്റ്റ് ബംഗാൾ എഫ് സി എന്നീ ടീമുകൾക്ക് വേണ്ടിയും താരം പന്ത് കിട്ടിയിട്ടുണ്ട്. ISL ഏറ്റവും പരിചയസമ്പത്തുള്ള ഡിഫൻസീവ് താരങ്ങൾ ഒന്ന് തന്നെയാണ് രാഹുൽ ബേക്കെ. ഇപ്പോൾ രാഹുൽ ബേക്കെ ഇപ്പോൾ ഒരു താരത്തിന് ഈസ്റ്റ് ബംഗാൾ ടീമിൽ എത്തിക്കുന്നതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ ഡിഫൻസീവ് നിര കൂടുതൽ ശക്തമാകുക തന്നെയാണ് ചെയ്യുന്നത്. നിലവിൽ ഇന്ത്യൻ ടീമിലടക്കം സ്ഥിരസാന്നിധ്യമായ രാഹുൽ ബേക്കെ നിലവിലെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1.4 കോടി രൂപയാണ്. ഇതിൻ്റെ പ്രായമെന്ന് പറയുന്നത് 34 വയസ്സാണ്. അതുതന്നെയാണ് ചില ടീമുകൾക്ക് ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. അപ്പോൾ കണ്ടിനറിയണം രാഹുൽ ബേക്കെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കുമോ എന്ന്. ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ ബേക്കെ ഈസ്റ്റ് ബംഗാളിലേക്ക് തന്നെയെന്ന്. അപ്പോൾ കണ്ടിനറിയാം എന്തായിരിക്കും നടക്കുക എന്ന്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.